ഡൽഹിയിലേക്ക് പോകുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, അവിടെ BJPയുടെ പ്രതിഷേധം നടക്കുകയാണ്. വനിതാ പ്രവർത്തകർ ആ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്കാണ് മഹിളാ മാർച്ച് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ കറുത്ത കൊടിയേന്തിയാണ് ഈ പ്രവർത്തകരെല്ലാം ഈ മാർച്ചിൽ പങ്കെടുക്കുന്നത് എന്നുകൂടി അറിയാൻ കഴിയുന്നു. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നു. അർജുൻ, എന്ത് മുദ്രാവാക്യം ഉയർത്തിയാണ് ഇപ്പോഴത്തെ ഈ മാർച്ച്? ഒപ്പം തന്നെ പ്ലക്കാർഡുകളിലൊക്കെ എഴുതിയിരിക്കുന്നത് എന്താണ്? പ്രജിൻ, മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് ഡൽഹി BJPയുടെ നേതൃത്വത്തിൽ മാർച്ച് ആരംഭിച്ചിരിക്കുന്നു. ഈ മാർച്ചിന് നേതൃത്വം നൽകുന്നത് ഡൽഹി മുഖ്യമന്ത്രി, വനിതാ മുഖ്യമന്ത്രിയായിട്ടുള്ള രേഖാ ഗുപ്തയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം രേഖാ ഗുപ്തയെ. രേഖാ ഗുപ്തയ്ക്കൊപ്പം ന്യൂഡൽഹിയിൽ നിന്നുള്ള MP-യും പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡൽഹി BJP അധ്യക്ഷനായിട്ടുള്ള വീരേന്ദ്ര സച്ദേവിയും ഈ മാർച്ചിൽ പങ്കെടുക്കുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. അതിന് പുറകിൽ നേതൃത്വം നൽകിക്കൊണ്ട് ഏറ്റവും മുന്നിൽ ഈ പ്രതിഷേധ ജാഥയുടെ ഏറ്റവും മുന്നിലുള്ളത് വനിതകളാണ്. വനിതകളെല്ലാം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ, അതുപോലെ തന്നെ കോൺഗ്രസിനും പ്രതിപക്ഷത്തിനുമെതിരെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. പാർലമെന്റിൽ വനിതാ സംവരണ ബില്ല് പരാജയപ്പെടുത്തിയതിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. ഇവരെല്ലാം തന്നെ കറുത്ത കൊടികൾ ഏന്തിയിട്ടുണ്ട്, പലരും കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധിയുടെ വലിയ കോലങ്ങളടക്കം ഏന്തിയാണ് ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ച് അത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് കേവലം 300 മീറ്ററാണ് രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിലേക്കുള്ളത്. അവിടെ അദ്ദേഹം ഇല്ല എങ്കിൽ പോലും വലിയ തോതിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഈ പോകുന്ന റൂട്ടിൽ തന്നെ 3 ഇടങ്ങളിൽ ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട്. ഏത് തരത്തിലും ഈ BJP പ്രവർത്തകരെ അവിടേക്ക് രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് കടത്തിവിടില്ല എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും സംഘർഷഭരിതമാകുമോ എന്നുള്ള സംശയമടക്കം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം വലിയ തോതിൽ ആയിരക്കണക്കിന് ഡൽഹി BJP പ്രവർത്തകരാണ് ഈ മാർച്ചിനൊപ്പം അണിചേർന്നിരിക്കുന്നത്. നമുക്കത് ദൃശ്യങ്ങളിൽ കാണാം. ഏറ്റവും പ്രധാനമായിട്ടും വനിതാ സംവരണ ബില്ല് ലോക്സഭ കടക്കാതെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കൂടെ പരാജയപ്പെടുത്തി എന്നുള്ള ഒരു വിമർശനം അത് മുൻനിർത്തി തന്നെയാണ്, അത് ഉയർത്തി തന്നെയാണ് ഇപ്പോൾ എന്തായാലും ഈ ഒരു പ്രതിഷേധം അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ, തുടരുക. ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. വലിയ പ്രവർത്തകരുടെ ബാഹുല്യമുണ്ട് ഈ മാർച്ചിൽ എന്നുള്ളതാണ്. ഒരുപക്ഷെ പോലീസുകാർ അവിടെ കൃത്യമായി വിന്യസിച്ചിട്ടുണ്ടോ എന്നുകൂടി സംശയമുണ്ട്. കാരണം അവരൊക്കെ ആ വേലിക്കെട്ടുകളൊക്കെ മറികടന്ന് പ്രവർത്തകർ മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. രാഹുൽ ഗാന്ധിയുടെ വസതി ലക്ഷ്യമാക്കിയാണ് ഇവരുടെ നീക്കം എന്നും കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ, ഒപ്പം പ്രതിപക്ഷത്തിനെതിരെ, കോൺഗ്രസിനെതിരെയൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് ഈ മാർച്ച് പോകുന്നത്. ഒപ്പം തന്നെ ഇതിൽ ഈ മാർച്ചിന് നേതൃത്വം നൽകുന്നത് ഡൽഹി മുഖ്യമന്ത്രിയാണ്, രേഖാ ഗുപ്തയാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അവരാണ് ഈ മാർച്ചിന്റെ മുൻനിരയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഡൽഹി BJP നേതാക്കളും ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. കറുത്ത കൊടിയേന്തിയാണ് വനിതാ പ്രവർത്തകരെല്ലാം ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുള്ളത് എന്നുള്ളതാണ്. കോൺഗ്രസ് വനിതാ ശാക്തീകരണത്തിനെതിരാണ്, അവർ സ്ത്രീകൾക്കെതിരാണ്, സ്ത്രീ വിരുദ്ധരാണ് എന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് ഈ മാർച്ച് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അവിടെ രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാകും. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. അർജുൻ തുടരുന്നുണ്ട്. അർജുൻ, സ്വാഭാവികമായിട്ടും BJPയുടെ ഒരു വലിയ ശക്തി പ്രകടനമൊക്കെയായി അത് മാറുന്നുണ്ട്. കാരണം അത്രമാത്രം പ്രവർത്തകർ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് പുറത്ത് എത്രമാത്രം പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്? പ്രജിൻ, രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് ഏകദേശം 300 മീറ്റർ അകലെയായി 3 ഇടങ്ങളിൽ ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഇപ്പോൾ ആദ്യ ബാരിക്കേഡ് കടന്നു പോകാൻ BJPയുടെ നേതാക്കളെ, അത് BJP ഡൽഹി അധ്യക്ഷനായിട്ടുള്ള വീരേന്ദ്ര സച്ദേവ ഉൾപ്പെടെയുള്ള നേതാക്കളെ അനുവദിച്ചിരിക്കുന്നു. ബാക്കി പ്രവർത്തകർ, വനിതാ പ്രവർത്തകരും പുരുഷ പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആ വലിയ കൂട്ടത്തെ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് ബാരിക്കേഡ് കെട്ടിക്കൊണ്ട് തടുത്തിട്ടുണ്ട്. ആ ബാരിക്കേഡിലേക്ക് മുകളിൽ കയറി നിന്ന് പ്രതിഷേധം മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിൽ കുറച്ചുപേരെ ഇപ്പോൾ എന്തായാലും ഈ ബാരിക്കേഡ് ഇളക്കി പ്രവർത്തകർ മുന്നോട്ട് വരുന്നുണ്ട്. ബലം പ്രയോഗിച്ച് ബാരിക്കേഡുകൾ ഇളക്കി മാറ്റി വനിതാ പ്രവർത്തകർ തന്നെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ വീരേന്ദ്ര സച്ദേവയും ഉണ്ട്. വീരേന്ദ്ര സച്ദേവ ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും വനിതാ പ്രവർത്തകരെ അടക്കം മുന്നിലേക്ക് പോകാനായി പോലീസിനോട് പറഞ്ഞത്, അനുവദിക്കണമെന്നുള്ള കാര്യം പറഞ്ഞിട്ട് എന്തായാലും ഇപ്പോൾ ബലം പ്രയോഗിച്ചാണ് ഈ ബാരിക്കേഡ് തള്ളി നീക്കിയിരിക്കുന്നത്. വനിതാ പ്രവർത്തകരും പുരുഷ പ്രവർത്തകരും BJP നേതാക്കളും അടക്കമുള്ളവർ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വസതിയെ
ബസതിയിലേക്ക് ലക്ഷ്യമാക്കി വീണ്ടും മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ്. ഇനി മുന്നിലേക്ക് 2 ബാരിക്കേഡുകൾ കൂടി ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്നുകൂടി സൂചിപ്പിക്കാം. അതായത് കർശനമായിട്ടുള്ള സുരക്ഷ എന്തായാലും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി വസതിയിലില്ല, ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പോയിരിക്കുകയാണ്. എന്നാൽ പോലും ഈ വനിതാ ബില്ല് അത് ലോക്സഭയിൽ പരാജയപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനോടകം തന്നെ BJP വലിയ തോതിൽ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നു. ആ പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് വൈകിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക്, സുനേരി ബാഗിലെ വസതിയിലേക്ക് ഇങ്ങനെ വലിയ കൂട്ടം, ആയിരക്കണക്കിന് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള BJP ഡൽഹി സംഘം മാർച്ച് ആരംഭിച്ചിരിക്കുന്നത്. അതിൽ കറുത്ത കൊടികൾ, പ്ലക്കാർഡുകൾ, രാഹുൽ ഗാന്ധിയുടെ കോലം ഉൾപ്പെടെയുള്ളവ ഏന്തിക്കൊണ്ട് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട്, രാഹുൽ ഗാന്ധി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ, കോൺഗ്രസ് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ മാർച്ച് നടത്തി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അവരുടെ പ്രതിഷേധം തന്നെയാണ് കാണുന്നത്. आपका मांग क्या है? आपका मांग क्या है? रितु शर्मा, आपका मांग क्या है? हमारा 33% हमारा हक मिलना चाहिए। लेकिन राहुल गांधी और कांग्रेस बोल रहे हैं वो वनिता के खिलाफ नहीं है। नहीं, बिल्कुल 33% आना चाहिए, महिला सांसद बननी चाहिए। लेकिन वो तो तैयार रहा है डिलिमिटेशन के। तैयार होते तो विपक्ष में वोटिंग होती, वोटिंग की जरूरत ही नहीं पड़ती। ഈ പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം ഈ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തതിൽ തന്നെയാണ് ഇപ്പോൾ എന്തായാലും വലിയ തോതിൽ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പ്രതിപക്ഷവും ചേർന്ന് ഈ ബില്ലിനെ പരാജയപ്പെടുത്തി എന്നുള്ള മുദ്രാവാക്യങ്ങൾ തന്നെ നേതാക്കൾ, BJP നേതാക്കൾ, അതുപോലെ തന്നെ BJP പ്രവർത്തകർ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രജൻ അർജുൻ, ഇത് രാഷ്ട്രീയായുധമാക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഈ പ്രകടനത്തിൽ, മാർച്ചിൽ പങ്കെടുക്കുന്ന ഈ പ്രവർത്തകരൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ ഈ ബില്ലെന്നും ആ ബില്ലിലെ വ്യവസ്ഥകൾ എന്താണെന്നും ഒക്കെ കൃത്യമായ ധാരണയുണ്ടോ? എന്തുകൊണ്ട് പ്രതിപക്ഷം ഇതിനെ എതിർത്തു എന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് കൃത്യമായ അറിവുണ്ടോ? അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് എന്താണ്, ഈ ബില്ലിനെ കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്താണെന്നതിനെ കുറിച്ചെങ്കിലും പ്രവർത്തകർക്ക് അറിയാമോ, ചോദിക്കാമോ? प्रदीप, നമുക്ക് നേരിട്ട് ചോദിക്കാം. दीदी, आपको पता है कि ये जो फीमेल बिल है, वुमेन रिजर्वेशन बिल है, वो क्या है? हाँ जी, ये जो वुमेन रिजर्वेशन बिल है वो आपको पता है वो क्या है? जो हमारे उसका नाम जो हमने अपने वो दिए थे, पानी के बिल या बिजली के बिल जो भी है, माफ करने के लिए बोला गया था। ये बिल वुमेन रिजर्वेशन बिल है, वो जो कल उसके विरोध लेके कांग्रेस वोट किया, उसको आपको पता है वो वुमेन रिजर्वेशन बिल क्या है और क्यों ये कांग्रेस पार्टी विरोध किया उसको? नहीं, इस बार नहीं, सॉरी। आपको पता है ये वो जो वुमेन रिजर्वेशन बिल है वो क्या है? आप किसके खिलाफ अभी प्रोटेस्ट कर रहे हैं? क्या नाम है उसका, ससुरे का, राहुल के। क्यों कर रहे हैं ऐसे प्रोटेस्ट? ऐसा कर रहा है क्योंकि माता विदेशी है, अपना देश विदेश बेच के यहाँ आके जम गओ, और फिर उसके बस की है का, चोर है वो। ये BJP बता रहे वो जो वुमेन रिजर्वेशन बिल है, वनिता बिल, वो जो नारी शक्ति बिल, उसके खिलाफ वोट किया, इसीलिए आज प्रोटेस्ट कर रहे हैं। आपको पता है वो जो ये नारी शक्ति बिल क्या है? नारी शक्ति बिल ये है कि देखो बिल आते हैं, दुनिया भर की पेंशनें आती, गरीब लोगों को बंद हो गई पेंशन, सबकी एक डेढ़ साल से बंद पड़ी है पेंशन। കൃത്യമായിട്ടുള്ള വിവരം ഇവർക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇവരോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡൽഹി BJP ഈ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു, വലിയ തോതിൽ ആളെ കൂട്ടിയിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധവുമായി ഇപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ഒരു ഭരണഘടനാ ബില്ല് അത് സഭയിൽ പരാജയപ്പെടുന്നത് പാസ്സാക്കിയെടുക്കാൻ നിലവിലുള്ള സർക്കാരിന് കഴിയുന്നില്ല. സ്വാഭാവികമായിട്ടും അത് രാഷ്ട്രീയ ആയുധമായി മാറുകയാണ്. ഇന്നലെ അത് ഇതേ കാര്യം തന്നെ കോൺഗ്രസ് പറഞ്ഞതാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ മറ്റൊരു പ്രതികരണം കൂടി. हम लोग संसद तक जाएं, हम लोग विधानसभा हो चाहे कोई भी जगह हो, हम वहाँ तक जाएं। वो नहीं चाहते, शायद मुझे ऐसा लगता है कि उनके घर में माँ बहन बची ही नहीं है, ताकि वो किसी और माँ बहन के बारे में सोच ही नहीं रहे हैं। राहुल गांधी ये बोला कि वो जो नारी शक्ति बिल के खिलाफ नहीं है, लेकिन वो डीलिमिटेशन बिल के खिलाफ है। कैसे खिलाफ नहीं है नारी शक्ति के? आपने वोट नहीं दिए, ये आरक्षण किस लिए था? ये नारी शक्ति के लिए ही तो था। 2023 का बिल है, वो लाइए, वो पास कर देगा बोला कांग्रेस और राहुल गांधी ने। ये जो डीलिमिटेशन लोकसभा का वो अंक संख्या है ना, वो 850 बढ़ते, उसके बाद कुछ नहीं है, सब बस और कुछ नहीं है। नारी शक्ति वंदन के लिए ये आरक्षण का अपन किया है, बस अपना हक लेके रहेगी। ना किसी की नौकरी लग रही, ना चाकरी लग रही। പ്രജിൻ, ഇവർ പറയുന്നുണ്ട്, അതായത് വനിതാ ശക്തി ബില്ലിനെ എതിർത്ത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വോട്ട് ചെയ്തു, അതുകൊണ്ട് പ്രതിഷേധവുമായി അവകാശം നേടിയെടുക്കാൻ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. പക്ഷേ നമ്മൾ ചോദിക്കുന്നുണ്ട്, ഡീലിമിറ്റേഷൻ ബില്ലിനെയാണ് കോൺഗ്രസ് എതിർത്തത്, രാഹുൽ ഗാന്ധി എതിർത്തത്, അല്ലാതെ വനിതാ ശക്തിയല്ല. ഈ പറയുന്ന വുമൻസ് റിസർവേഷനെയോ വനിതാ സംവരണത്തെയോ എതിർത്തില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അതൊന്നും തങ്ങൾക്കറിയില്ല. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും ഈ പറയുന്ന ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു, അതുകൊണ്ട് ഞങ്ങളുടെ ഈ അവകാശം നേടിയെടുക്കാൻ വേണ്ടി പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ള വ്യക്തമാണ് അർജുൻ. അത് ഇന്നലെ കോൺഗ്രസ് പറഞ്ഞതാണ്. സ്വാഭാവികമായിട്ടും
സ്വാഭാവികമായിട്ടും ഇക്കാര്യങ്ങൾ പറയുമ്പോൾ BJP പറയുക വനിതകളെ കോൺഗ്രസ് എതിർക്കുന്നു എന്ന രീതിയിൽ അതിനെ മാറ്റിത്തീർക്കും, ആ രീതിയിൽ തന്നെ അവരത് രാഷ്ട്രീയ ആയുധമാക്കും എന്നൊക്കെയാണ്. ആ പ്രതിപക്ഷം അതേ ആയുധത്തിൽ തന്നെ അതേ രീതിയിൽ തന്നെ BJPക്കെതിരെ ഈ പറയുന്നത് പോലെ വനിതകളെ മുൻനിർത്തിക്കൊണ്ട് അവർ രാജ്യത്തിന്റെ വനിതകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു ബില്ലുണ്ടാക്കിയെടുക്കാൻ പോകുകയാണ്, അതിൽ ലക്ഷ്യം വെക്കുന്നത് മറ്റു പലതുമാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തും ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും രണ്ടിടങ്ങളിലെ തെരഞ്ഞെടുപ്പ്, ഒന്ന് തമിഴ്നാട് മറ്റൊന്ന് ബംഗാൾ, ഇവിടെ രണ്ടിടങ്ങളിൽ നടക്കാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പ്. ആ സമയത്താണ് ഈ വിഷയം ഒരു വലിയ രാഷ്ട്രീയ ചൂടുള്ള ആയുധമാക്കി ഇരുപക്ഷവും മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.